എത്രയാണ്? ഒരു 250 ഗ്രാം എത്രയാവും? ആ എത്ര? അതൊന്നും എടുത്തോളൂ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ ഒരു വ്ളോഗിലേക്ക്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. എവിടെയാണ്? കോഴിക്കോട് ഏറ്റവും ഫേമസ് ആയ മിഠായി തെരുവിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ച ഞങ്ങൾ മിഠായി തെരുവിലാണ് അല്ലേ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മിഠായി തെരുവിൻ്റെ ഓപ്പോസിറ്റാണ്. അത് എൻട്രൻസിലാണ്. എന്താ ഈ തെരുവ് മുതൽ ആ തെരുവ് വരെ ഞങ്ങൾ നടക്കാൻ പോവുകയാണ് അല്ലേ. എൻ്റെ ഓരോ മലയാളികളുടെ മുഖത്തോട് നമ്മളിങ്ങനെ നോക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ കാഴ്ച നമുക്ക് മിഠായി തെരുവിലത്തെയാണ്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. പിന്നെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്യാണ്ട്, കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങാണ്ട്, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ വെറുതെ നോക്കിയിട്ട് പോകും അല്ലേ. അപ്പോൾ ഈ ആവശ്യമുള്ള സാധനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാവുക? നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് മനസ്സിലാവുക? ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ കാണിച്ചു തരാം, ആവശ്യമില്ലാത്ത വേണ്ടെന്ന് പറയും. ഓക്കെ. പിന്നെ പാറു, ഇവിടെ മിഠായി മാത്രമല്ല ഉള്ളത്. തുണിയുണ്ട്, പ്ലേറ്റ് ഉണ്ട്, പാത്രങ്ങളുണ്ട് അല്ലേ, സ്പൂണുണ്ട് അല്ലേ. എല്ലാവിധ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്ത് ചാലഞ്ച്? നമ്മുടെ പുളിസോ അങ്ങനത്തെ ചാലഞ്ച് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതാ മിഠായി തെരുവിലേക്ക് ഒന്ന് പോവാം. ഇവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് സ്റ്റാർട്ടാണ് മിഠായി തെരുവിൻ്റെ. എന്താ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട്. എന്താ ഇവിടെ തന്നെ തുണിയും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഉണ്ടേ, ഇതുണ്ട തുണിയാണ്. ഇത്ര ഷർട്ടും കാര്യങ്ങളൊക്കെയാണ്. എത്ര ഷർട്ടിന്? എത്ര? 350 രൂപ ഷർട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്ത്? ഓ തൊട്ടെ, കണ്ണും പൂട്ടി പറയാൻ തൊട്ടെ. ആ വാങ്ങിച്ചേരാം. ഇതിൽ കണ്ണും പൂട്ടി ഏതെങ്കിലും തൊട്ടാൽ ഞാൻ വാങ്ങിച്ചുതരാം. കണ്ണും പൂട്ടി തൊടണേ ലിമോ. അവള് ചാലഞ്ച് അത്രേ. അല്ല, പാറൂനാണ്. കണ്ണും പൂട്ടി ഏത് സാധനം തൊട്ടാൽ ഞാൻ വാങ്ങിച്ചുതരാം. ഏത്? എൻ്റെ അമ്മ. ഏത്? അതാണോ? അവൾ ഏതാ തൊട്ട്? ലിമോ ഏതാ തൊട്ട് അവള്? അത് വലിയ കമ്മലാണ് മോളെ. മോൾക്കുള്ളത് ഏതാ? എന്നൊരു കാര്യം ചെയ്യ്, മോള് കണ്ണ് തുറക്കണ്ട. കണ്ണ് അടച്ചിട്ടല്ല, കണ്ണ് തുറന്നിട്ട് നോക്കിക്കോ. വാങ്ങിച്ചേരാ അച്ഛ. നോക്കിക്കോ ഏതാ വേണ്ടേ? നിനക്ക് കിട്ടിയോ? ഇവിടെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയേ ലിമോ, നല്ല ഷർട്ട്. അപ്പം നമുക്ക് മുന്നോട്ട് നോക്കാം. ഇനിയും ഉണ്ട് നമുക്ക്. വാ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. വാ. ഇവിടെയൊക്കെ ഭയങ്കര ബിസിനസ്സാണ്. എല്ലാം നല്ല ബിസിനസ്സാണ്. ഇതാണ് സോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എവിടെയാണ് മോള്? എന്റെ പൊന്നിട്ട് വേണം അച്ഛൻ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കാനല്ലേ. BMW ഇതാ പാറ് തൊട്ടിട്ട്. ഇതിന് 250 ഓ എന്താണ്? ആ ഓക്കെ, അത് നോക്കി വാങ്ങണം മോളെ. മോളക്ക കുഞ്ഞാ, ആ കളി നമുക്ക് കളിക്കാം. കുറച്ച് അച്ഛൻ കട കണ്ടെത്തട്ടെ കേട്ടോ. നല്ലൊരു കട കണ്ടെത്തിയിട്ടേ ഞാൻ ആ കളി ഏതാണെന്ന് കളി കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് ചെയ്യാം. അതേമാതിരി ഒരു കട ഞാൻ കണ്ടെത്തട്ടെ. ആ കടയിൽ കയറിയിട്ട് ഞാൻ പാറു ഏത് സാധനം തുടർന്ന് കണ്ണടച്ചിട്ട് അത് ഞാൻ വാങ്ങി തരണ്ട കേട്ടാ. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. ഇതെന്തായാലും ഇങ്ങോട്ട് ടൗസറാണോ? ഇത് മോൾക്കാണോ അത് നിനക്കാണോ? അത് വലുതാ? നിനക്ക് വേണ്ടിട്ടാ? അത് നോക്കിയേ. ആ ഇത് കുഴപ്പമില്ല അല്ലേ. വീട്ടിലിടാനൊക്കെ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ.
ഞങ്ങളിപ്പോൾ വന്നത് ഏകദേശം 12:30 12:30 ആയി. നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആൾക്കാരുടെ തിരക്ക് നല്ലതുകൊണ്ട് ഇവിടെ രണ്ട് സൈഡിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. ഓരോരോ ബിസിനസ്സാണ്. എന്താ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ നോക്കി, വെള്ളത്തിൻ്റെ ബോട്ടിൽ നോക്കിയേ ഇല്ലിമോ. നമുക്ക് വെള്ളത്തിൻ്റെ ബോട്ടിൽ വെള്ളത്തിൽ വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. എന്താണ് മോളുടെ തൊപ്പി ഇവിടെ? അങ്ങനെ മോളും തൊപ്പി ഇട്ടു അല്ലേ? എങ്ങനെയുണ്ട് തൊപ്പി ഇട്ടപ്പോൾ? മോളുടെ തൊപ്പി ഇവിടെ പോയി? മറ്റേ തൊപ്പി മോൾക്ക് നല്ലൊരു തൊപ്പി വാങ്ങി കൊടുത്തായിരുന്നു. ഞങ്ങൾ പഴനി പോയപ്പോൾ അത് അവിടെ വെച്ച് മറന്നു പോകുന്നു. ഇപ്പോൾ നോക്കട്ടെ. ഇപ്പോൾ പാറും റെഡ്, അച്ഛനും റെഡ്, അമ്മ ഗ്രേ അല്ലേ? ഇവിടെ മുകളിൽ എന്തൊക്കെ പരിപാടികളുണ്ട് കേട്ടോ. അത് ഇൻകംപ്ലീറ്റാ തോന്നുന്നു. അതാ ലൈറ്റാണല്ലേ? ലൈറ്റ് കത്തുള്ളതല്ലേ? എന്താ ഇവിടെ തുണിയൊക്കെ ഉണ്ട് കേട്ടോ, തുണിക്കട. ഇവിടുന്ന് മലബാർ ഹൽവ സ്റ്റോർസ്, ഇവിടെ ഹൽവയും കാര്യങ്ങളൊക്കെയാണ്. ഇതാ ഫാഷൻ സ്റ്റോർസ്. ഇത് വാട്ടർ ബോട്ടിൽ, മോൾക്ക് വാട്ടർ ബോട്ടിൽ നമുക്ക് വാങ്ങാം. എന്തോണോ വാട്ടർ ബോട്ടിൽ മോൾക്ക് നോക്കണോ? നമുക്ക് മോൾക്കൊരു വാട്ടർ ബോട്ടിൽ നോക്കാം. ഏത് ബോട്ടിലാണ് മോൾക്ക് വേണ്ടത്? സ്പൈഡർമാൻ ഉണ്ട്, ഫ്രോസൺ ഉണ്ട്. ഇതിനൊക്കെ എത്രയാ? 100 രൂപ. പിന്നെ ഉള്ളിൽ ചെറുത് വരുന്നുണ്ട്, അത് 150. യൂണിക്കോൺ ഉള്ളത് വേണം മോൾക്ക്. നോക്കിയാ യൂണിക്കോൺ ഉള്ളത് അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ. ലിമോ ലിമോ നിനക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണോ? അത് ഇഷ്ടപ്പെട്ട് ഏതാ ഇഷ്ടപ്പെട്ട് നോക്ക്. ഏതാ പറഞ്ഞാൽ മതി, ഞാനെല്ലാം സെറ്റ് ചെയ്ത് തരാം. ഇങ്ങോട്ടാ വലിയ ബോട്ടിൻ്റെ ആവശ്യമില്ലല്ലോ ലിമോ നമുക്ക്. അത് ഉണ്ടല്ലോ ഒന്ന് വീട്ടില്. അങ്ങനെ 2 ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ വ്ളോഗിലേക്ക്. എൻ്റെ അളിയനും വൈഫും. നിനക്ക് എവിടെയായിരുന്നടാ ഇത്ര നേരമായിട്ട്? എടുത്തോ ഇതെടുത്തോ നോക്കിയേ. ഇത് കംപ്ലൈന്റ് കളഞ്ഞോ? 2 എവിടെ 2 100 പറഞ്ഞ് 150 100 പറഞ്ഞിട്ട് ഏതാ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ. അല്ല അതിനുള്ളിലുള്ളതാ അത്. അങ്ങനെയാണോ? എടുത്തോ എടുത്തോ. ഇനി നിങ്ങളവിടെ വഴക്കൂടില്ലെന്നേ. എന്റെ പൊന്നോ, നിങ്ങൾ രണ്ടുപേരും വഴക്കൂടില്ല. നിങ്ങൾ വേഗം എടുക്ക്. നിങ്ങൾ കാര്യം ഇപ്പൊ വാങ്ങാൻ ഡിസൈഡ് ചെയ്ത് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഏതെടുക്കണ്ടത്? അപ്പൊ 2 ബോട്ടിൽ. ആ ഓക്കെ, അത് ഉറപ്പിച്ചാ? അല്ലല്ല ഇത് കുഴപ്പമില്ല, ഇത് എടുത്തോട്ടെ. വാങ്ങിയോ? ഹാപ്പി ആയോ? ഒരു ബോട്ടിലിന്റെ ഉള്ളില് ഒരു ബോട്ടിലും കൂടി അല്ലേ? സൂപ്പറായില്ലേ? എന്താ വേണ്ടേ? സൂപ്പറായില്ലേ? 5-6 മാസം പോവില്ലേ? 5-6 മാസം പോവില്ലേ? ആ സ്റ്റിക്കർ ഉണ്ടല്ലോ. എൻ്റെ അമ്മ, ഇതിപ്പോ എന്താ സ്റ്റിക്കർ ഉണ്ടല്ലോ. ഇനി പാറോ, ഇനിയൊക്കെ കണ്ണമാമന്റെ വക അല്ലേ? ഇനിയൊക്കെ മാമന്റെ വക. ഇനി ഒന്നും വേണ്ടെന്നോ എൻ്റെ അമ്മോ? ഏതാ ഇത്? മിഠായി തെരുവിലത്തെ ഏറ്റവും വലിയ ഷോറൂമാണോ? അകം അകം. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. വാ, മിഠായി തെരുവിലത്തെ ഏറ്റവും വലിയ ഷോറൂമാണെന്ന് പറഞ്ഞേ. അടിപൊളിയാണല്ലോ. മോള് ഭയങ്കര ഹാപ്പി ആയില്ലേ? ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ വേറെ ബോട്ടിൽ അല്ലേ? കം ഓൺ, വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പോൾ ടി വി ഒക്കെ ഉണ്ടല്ലോ, അടിപൊളി ടി വി ആണല്ലോ. കയറണോ? ഉള്ളിൽ കയറണോ? വാ ലിമോ, മോള് പോയി നോക്കണോ? ഇങ്ങനത്തെ കളർ നിനക്കുണ്ടല്ലോ. ഇങ്ങനത്തെ അത് നിനക്കുണ്ടല്ലോ. ബ്ലൂ ഉണ്ടല്ലോ. ബ്ലൂ വേണ്ട, വേറെ നോക്കിയേ. ഇതവിടെ 100 രൂപയ്ക്ക് ടീഷർട്ട്. 100 രൂപയ്ക്ക് ടീഷർട്ടാ കണ്ണാ? 100 രൂപയ്ക്ക് ടീഷർട്ട് ഒന്ന് നോക്കിയാലോ?
ആ നോക്കട്ടെ. പെണ്ണുങ്ങളതാ. പെണ്ണുങ്ങളുടെ ഓക്കെ നോക്കണം വീട്ടിൽ ആണുങ്ങളതാ അവിടെ. ₹100 ടീഷർട്ടാ 150 ₹150 ടീഷർട്ട്സുകളാണ് ഇവിടെ കേട്ടോ. നല്ല നല്ല ടീഷർട്ട്സ് ആണ് ഇവിടെയൊക്കെ. ₹150 ടീഷർട്ട്സ് ആണ്. അതെ 150. ഇവിടെ ഇലക്ട്രോണിക്സ് കടയുണ്ട് കേട്ടോ, വാച്ചിൻ്റെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീഷർട്ട്സ് ദിലീപ് MP വ്ളോഗ്സ്. വിലക്കുറവിന്റെ കൂടാരം ഇതാ ഇവിടെ ഒരു ചേട്ടൻ നിൽക്കണ്ടോ. ഇത് നമ്മൾ എന്താണ് പറയുക, ഫാനൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ ചേട്ടൻ പിടിച്ച് നിൽക്കുന്നത്. വാ അവരെവിടെ? ഇവിടെ ഭയങ്കര തിരക്കാണ്ട് ആൾക്കാർ ഇതാ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ. എൻ്റെ ആ പൊന്നു നല്ല തിരക്കാണ് ഗൈസ്. പക്ഷേ ഇതിന് നടന്നു പോകാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ വാച്ചുകളും ഉണ്ടോ, ചെറിയ ചെറിയ വാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ. ഇത് കുട്ടികളുടെ ട്രൗസറാണ്. പാറു അവിടെ ജീൻസ് ഇഷ്ടംമാതിരി ഉണ്ട് ഇവിടെ. ഒരു ചായക്കടൊന്നും ഇല്ലല്ലോ, നമുക്കൊരു ചായ കുടിക്കാം, ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് നടക്കാം അല്ലേ. ഇവിടെ അധികം റേറ്റ് ഒന്നും ഇല്ല അല്ലേ ചില കടയിലൊന്ന്. ഒരു ₹150 ടീഷർട്ട്, ₹200 ടീഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളത് തിരഞ്ഞ് കണ്ടുപിടിക്കണം കേട്ടോ. കാരണം അതിൽ കുറേ ഉണ്ട്, നമുക്ക് ഓരോന്നോരോന്ന് തിരഞ്ഞ് അത് കണ്ടുപിടിക്കണം അല്ലേ. നല്ല ടീഷർട്ട് തിരഞ്ഞ് കണ്ടുപിടിക്കണം അല്ലേ. റേറ്റ് കുറച്ച് കുറവാണ്. ആ പിന്നെ ഷോപ്പും ഉണ്ട് ഇവിടെ, വലിയ വലിയ ഷോപ്സ്. അവിടെ കയറി കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കൂടുതലാണ് അല്ലേ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ എല്ലാ കടയിലും കയറി പോവാണ്. കയറിയിട്ട് റേറ്റ് ചോദിച്ചിട്ട് പുറത്തിറങ്ങി പോവാണ് ഞങ്ങൾ ഗായ്സ്. എല്ലാ കടയും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഒറ്റക്കട ഞങ്ങൾ വിടൂല അല്ലേ. മിഠായി തെരുവ്. അപ്പോൾ ഹലുവ കടകളൊന്നും കണ്ടില്ലല്ലോ ഇപ്പോൾ ഞാൻ ഇതുവരെ. ഫസ്റ്റ് നമ്മൾ കണ്ട ഹൽവ കടയാണ്. ഒരു കടയുള്ളൂ ഹലുവയുടെ കട. ഇനി ഹലുവ കട കണ്ടു കഴിഞ്ഞ് ഹലുവ വാങ്ങണം എന്തായാലും. ലിമോ വിൻഡോ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലം അല്ലേ. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ പോവാ അല്ലേ. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നമുക്ക് ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം. എന്താണ് ഇതാ ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ, ലേഡീസ് വേൾഡ്. ലേഡീസ് വേൾഡ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ വേൾഡ് വരൂ നമുക്ക് നോക്കാം. എന്താണ് പാറുസവാ? 7 വയസ്സുള്ളത് 7 വയസ്സുള്ളവർക്കില്ല. പാറു പെട്ടെന്ന് വലുതായി പോയി. വായോ പാറു വലുതായി പോയി. ഇങ്ങോട്ട് വായോ. കുട്ടികൾക്കുള്ളതാണ് നോക്കാം. വാ നമുക്ക് വാ. ഇത് രസമുണ്ടല്ലോ പാണ്ട. ഹേയ് പാണ്ട ഇത് രസമുണ്ടല്ലോ പാണ്ടടെ. പിന്നെ നിനക്കാ നോക്കുന്ന? ആ അതിൻ്റെ പാൻറ്റും ഉണ്ട് കേട്ടോ. ടോപ്പ് മാത്രമല്ല പാൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് മഴ കുറേശ്ശെ ചാറുന്നുണ്ട് അല്ലേ. കുട കൊണ്ടുവന്നാ? കുട എവിടെ? ഓക്കെ ഇനിയും അതേവരെ പോവാണ്ട് കണ്ടോ. അതുവരെ നമുക്ക് പോകണം. എല്ലാതും നമുക്ക് കവർ ചെയ്യണം. അങ്ങനെ വാങ്ങിയില്ലേ? ഹാപ്പി ആയില്ലേ? ഒരു നൈറ്റ് ഡ്രസ്സ് വാങ്ങി. നല്ല വിലക്കുറവിന് കിട്ടി. നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ. ₹100 നല്ല അത്യാവശ്യം നല്ല മെറ്റീരിയൽ. ഓക്കെ അങ്ങനെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ മഴ പെയ്താലും ഞങ്ങളുടെ ഷോപ്പിംഗ് കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കും അല്ലേ. ഇന്നത്തെ ദിവസം നമുക്ക് ഫുൾ ഷോപ്പിംഗ് ആണ് അല്ലേ. വിൻഡോ ഷോപ്പിംഗ് അല്ല ലിമോ. നമ്മളൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് വന്നപ്പോഴേക്കും മഴ പോയല്ലോ അല്ലേ. ഇന്നും കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ് തോന്നുന്നു അല്ലേ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ. കാലാവസ്ഥയും പറയുന്നുണ്ട് ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്ത് പോയാൽ മതി, ഞാൻ മഴ പെയ്ത് ഡിസ്റ്റർബ് ചെയ്യില്ല എന്നല്ലേ. നിനക്ക് അങ്ങനെ ഒരു തോന്നലില്ലേ? പിന്നെ അതുകൊണ്ട് ദിലീപേട്ട 2-3 ഡ്രസ്സും കൂടി വാങ്ങി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പോ പറഞ്ഞു. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. നമുക്ക് നോക്കാതെ ഡ്രസ്സിന്റെ കളർ. ഇത് സൺഡേ മോളാണ്. സൺഡേ ഇവിടെ ആദായ വരെയാണ്. നമുക്ക് കയറി നോക്കാം. സൺഡേ മോളിൽ കയറാം നമുക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ
കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കളിപ്പാട്ടങ്ങൾ, വാച്ചുകൾ, തൊപ്പികളുണ്ട്. ഇവിടെ ഇവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അതെന്തത്? സ്ലൈഡ് വെഞ്ച് എടുത്തോ ലിമോ. 5 എണ്ണം 10 രൂപ. ലിമോ എടുത്തോ, 5 എണ്ണം 10 രൂപ. മോൾക്ക് സ്കൂളിലേക്കൊക്കെ ഇടാലോ. ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ മുടി ആർക്കെങ്കിലും ഉണ്ടാവോ? ഇങ്ങനെ മുടി ഉണ്ടാവോ ആർക്കെങ്കിലും? ഇവിടുത്തെ ഈ സൺഡേ മാൾ സൂപ്പറാണ് കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 10 രൂപയ്ക്കും 5 രൂപയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇല്ലിമോ സൺഡേ മാൾ എങ്ങനെ ഉണ്ടായിരുന്നു? സൺഡേ മാൾ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ചെറിയ ചെറിയ റേറ്റ് അല്ലേ? 5 രൂപ 10 രൂപ ഒക്കെ അല്ലേ? അടിപൊളിയല്ലേ? ആ അങ്ങനെ മിഠായി തെരുവ് കൂടെ നടന്ന് നടന്ന് ഞങ്ങളൊന്ന് ക്ഷീണിച്ചു. ഇനി ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമുക്ക് പിന്നെ ഷോപ്പിംഗ് ചെയ്യാം അല്ലേ? സീത റെഡിയാണ്? ഓക്കെ. പൈനാപ്പിൾ ഉണ്ടാവും കണ്ണ? എങ്ങനെയുണ്ട്? മനസ്സില്ലേ? നമുക്ക് ഹലോ നോക്കാം. വായോ ഇവിടെ വന്നിട്ട് നമുക്ക് ഹലോ വാങ്ങിയിട്ടില്ലെങ്കിൽ എന്താ അല്ലേ? അവരുണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഹലോ നോക്കാം. മിഠായി തെരുവിൽ വന്നിട്ട് ഹലോ വാങ്ങിയിട്ടില്ലെങ്കിൽ മോശമല്ലേ? ഇതാ ഇതാ ഇവിടെ വെറൈറ്റി ഓഫ് ഹൽവാസാണ്. ഈ ബ്രൗൺ ഹൽവ ഏതാണ് ഏട്ടാ? ചോക്ലേറ്റ് കുനാഫ. അതിന് എത്രയാണ്? കണ്ണാ കണ്ണാ ഏത് ഹൽവയാണ് റെഫർ ചെയ്യണത്? ബ്ലാക്കോ? അത് നോക്കിയേ, കഴിച്ചു നോക്കിയേ. മിക്സറല്ല, കുനാഫയാണത്. ആ കുനാഫയാണത്. ആ ഇത് ഹൽവയാണോ? കുനാഫ ഹൽവ. ഈ പിസ്താഷ്യ എത്രയാണ്? 800 രൂപ. ഈ ബ്ലാക്ക് ഹൽവ ഇപ്പൊ കഴിച്ചതാണോ അവിടുത്തെ? 400 വാങ്ങണം കുറച്ച്. ഇത് 400 രൂപ. ഇതിൽ കുറഞ്ഞുണ്ട് കേട്ടോ. 300 200 രൂപ സ്പെഷ്യൽ. നമുക്ക് ഒന്ന് പിസ്താഷ്യ വാങ്ങിയാലോ? എനിക്ക് ഇതേതാണ്? ഓഹോ ബദാം. എനിക്ക് പിസ്താഷ്യ നോക്കണം. പിസ്താഷ്യ നോക്കിയ സൈസ് പിസ്തല എത്രയാണ്? 250 ഗ്രാം എത്രയാവും? അതൊന്നും എടുത്തോളൂ. 250 മതിയാവില്ലേ? ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യ്, ഹാഫ് എടുത്തോളൂ. എന്നാ എടുത്തോളൂ. ഇനി വേറെ ഒന്നിനും എടുത്തോ. ഒന്നെടുത്തോ കണ്ണ. അതൊന്നും എടുത്തു ഞാൻ. ഇനി നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഒന്നും എടുത്തോ. ഈ ഗ്രീൻ ഏതാണ് ഏട്ടാ? ഗ്രീൻ ഏതാണത്? പച്ചമുളക്. അത് എരിവുള്ളതാ? എരിവുള്ളതാ? പച്ചമുളക് ഹലുവ. മുന്തിരി ഹലുവ. കുനാഫയുടെ അല്പം എന്തെങ്കിലും വാങ്ങണോ? പിസ്ത. ഇത് വെച്ച് വാങ്ങിക്കുന്നു. ഇതേതാണ്? അതെടുത്തോളൂ. ഒരു എടുത്തോളൂ. എത്രയാണ്? ഓ അത്ര വേണ്ട.
അത് രണ്ടും കൂടി ആ എടുത്തോളൂ, അത്ര എടുത്തോ, 2 പീസ് എടുത്തോളൂ. പിന്നെന്താ മതി മതി. ദ ഗ്രാൻഡ് ഹൽവയിൽ കുറച്ച് ഹൽവ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം. ഇനി ഇവിടുന്ന് മുഴുക്കെ ഹൽവ കടയിൽ തോന്നുന്നു അല്ലല്ലോ അല്ലേ? ആ കട കുഴപ്പമുണ്ടായിരുന്നില്ലേ അല്ലേ? നല്ല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഉണ്ട് കോഴിക്കോടൻ ഹൽവ. എടുത്ത് വാങ്ങി. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അല്ലേ? മിഠായി തെരുവ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലല്ലോ? അങ്ങനെ ഞങ്ങൾ ഇന്ന് നല്ല ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ? മിഠായി തെരുവ് മുഴുക്ക കണ്ടു. മോൾക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ആ ലിമോന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി അല്ലേ? മോൾക്ക് എന്താ വാങ്ങി? പറഞ്ഞു കൊടുക്കേ. അവള് വാട്ടർ ബോട്ടിൽ, പിന്നെ വാട്ടർ ബോട്ടിൽ വാങ്ങി, പൊട്ട് വാങ്ങി, അതെ ഹെയർ ബാൻഡ്, അവൾക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി. ഓക്കെ, ലിമോനുള്ള സാധനങ്ങൾ വാങ്ങി. അപ്പോൾ വാങ്ങി. അപ്പോൾ മിഠായി തെരുവുകൾ നടന്ന് ക്ഷീണിച്ച് നമുക്കിനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇനി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ? ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടിൽ ദെൻ ബൈ.